ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സൈബർ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാഴുന്നതിനാൽ പലരും ഈ തട്ടിപ്പിന് ഇരയാകാറുണ്ട്. ഇപ്പോഴിതാ ഡിജിറ്റൽ അറസ്റ്റിന് പിന്നാലെ വാട്സ്ആപ്പ് OTP തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇത്തരം സംഘങ്ങൾ. OTP അഥവാ വൺ ടൈം പാസ്വേഡ് സാധാരണയായി നമ്മൾ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നവയാണ്. അതുപയോഗിച്ചാണ് ഇപ്പോൾ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സാധാരണക്കാരായ പൊതുജനങ്ങളെ തട്ടിപ്പിനിരയാക്കുന്നത്. സാധാരണയായി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷനായി വാട്സ്ആപ്പ് ഒരു SMS അയക്കുക പതിവാണ്. ഹാക്കർമാർ നമ്മുടെ അടുത്ത സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ പേരിലാകും നമുക്ക് ഈ മെസ്സേജ് അയക്കുക. ഇതുവഴി ഇരയുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. അബദ്ധത്തിൽ നമ്പർ മാറി OTP വന്നതാണെന്നും അതൊന്ന് വാട്സാപ്പിൽ അയക്കുമോ എന്നും അവർ ചോദിക്കും. OTP അവർക്ക് അയച്ചു കൊടുക്കുന്നതോടെ നിങ്ങളുടെ വാട്സപ്പ് അവരുടെ കൈവശമാകും. സ്ട്രോങ് എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആരാണ് വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അക്കൗണ്ട് ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഹാക്കർമാർ നിങ്ങളോട് പണം ആവശ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പാസ്വേഡുകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാക്കും. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ആര് ചോദിച്ചാലും OTP പങ്കുവെക്കാതിരിക്കുക എന്നത് തന്നെയാണ്. തട്ടിപ്പുകളിൽ തട്ടി വീഴാതിരിക്കാൻ വാട്സപ്പും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കും. ആർക്കും OTP ഷെയർ ചെയ്യരുതെന്നാണ് വാട്സപ്പും പറയുന്നത്. വാട്സപ്പ് OTP തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന വഴി ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കുക എന്നത് മാത്രമാണ്.